എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിൽ ഒരു ഗാംഭീര്യം തോന്നാറുണ്ടോ? എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ, പ്രവർത്തന രീതിയിൽ എന്തെങ്കിലും ആധികാരികത തോന്നാറുണ്ടോ? എങ്കിൽ അദ്ദേഹം ഭദ്രമഹായോഗത്തിൽ ജനിച്ച ആളാണെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. എന്താണ് ഭദ്രമഹായോഗമെന്ന് ഇനി പറയാം. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് ഭദ്രമഹായോഗം. ബുധൻ അല്ലെങ്കിൽ മെർക്കുറി ശക്തനായിരിക്കുമ്പോഴാണ് ഈ യോഗം ഫലിക്കുന്നത്. ബുധൻ സ്വന്തം രാശിയായ മിഥുനം കന്നിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുക. ഇങ്ങനെ ശക്തനായി നിൽക്കുന്ന ബുധൻ ലഗ്നാൽ കേന്ദ്രത്തിൽ 1, 4, 7, 10 ഇതിലേതേലും ഒരു ഭാവത്തിൽ നിന്നാൽ മഹാഭദ്രയോഗം ഫലിക്കുന്നു. ഈ യോഗത്തിൻ്റെ പ്രത്യേകത ബുദ്ധി, വാക്ക്, വ്യക്തിത്വം, ഭരണശക്തി എന്നിവ നൽകുന്ന യോഗമാണ്. ഈ യോഗത്തിലെ വ്യക്തികളുടെ നോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. പുലിയുടെ ദൃഷ്ടി ആയിരിക്കും ഇവർക്ക് എന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം സൂക്ഷ്മമായ രീതിയിലാണ് ഇവർ നോക്കുക. ചൂഴ്ന്ന് നോക്കുക എന്നൊക്കെ പറയില്ലേ, അവരുടെ കണ്ണുകളിൽ, അല്ലെങ്കിൽ ഇവർ കണ്ണുകളിൽ നോക്കിയേ സംസാരിക്കുകയുള്ളൂ. അവരുടെ കണ്ണുകളിലെ ധൈര്യവും ആത്മവിശ്വാസവും ആണ് ഇവരുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇവരുടെ നോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത നടത്തത്തിലാണ്. ആനയെപ്പോലെ ഉറച്ച കാൽവെപ്പോടെ നല്ല താളത്തിലുള്ള, അല്ലെങ്കിൽ ഒരു പ്രൗഢഗംഭീരമായ ഒരു നടത്തമായിരിക്കും ഇവർക്ക്. തടിച്ചുരുണ്ട തുടകളായിരിക്കും. ശരീരഘടനയിൽ ഒരു ഭംഗി, അല്ലെങ്കിൽ ഒരു നല്ല പേഴ്സണാലിറ്റി നമുക്ക് തോന്നും. ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് ഇവരെ കാണുമ്പോൾ. ഇവരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറയാം. ഈ യോഗത്തിൽ ജനിച്ചവരുടെ പ്രധാന ഗുണങ്ങൾ വലിയ ബുദ്ധി, അതുപോലെ തന്നെ പറഞ്ഞ വാക്കുകൾ പാലിക്കും, അല്ലെങ്കിൽ പാലിക്കുന്ന വാക്കുകളെ പറയുകയുള്ളൂ. വലിയ അഭിമാനിയായിരിക്കും. സ്വജനങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നവനുമായിരിക്കും. കുടുംബത്തിലെ ബന്ധുക്കൾക്കും ഉത്തരവാദിത്വം ഉള്ളവനുമായിരിക്കും. കാരണം ഇവരെ എല്ലാം നോക്കുകയും ഈ വ്യക്തിയുടെ കീഴിലായിരിക്കും കുടുംബാംഗങ്ങളൊക്കെ. അല്ലെങ്കിൽ അതേ മനോഭാവമായിരിക്കും ഈ യോഗമുള്ളവർക്ക്. സ്വയം ധനം ഉണ്ടാക്കി രാജസമാനമായി ജീവിക്കുന്നവരാണിവർ. അതുപോലെ ഇവർക്ക് ചേരുന്ന ജോലികൾ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലികൾ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അധ്യാപനം, ജ്യോതിഷം കൈകാര്യം ചെയ്തൽ കഴിവ്, ഭരണശക്തി, നിയമം, അതായത് വക്കീൽ പോലെയുള്ള ജോലികൾ, അധികാരമുള്ള ജോലികളായിരിക്കും ഇവർ ചെയ്യുക. ആയുസ് ചിന്തിച്ചു കഴിഞ്ഞാൽ 80 വയസ്സിൽ കുറയാത്ത ആയുസ്സും, അതുവരെ നല്ല ആരോഗ്യവും മാനസിക ശക്തിയും, അവസാനം വരെ മാന്യതയോടെ ജീവിക്കുന്ന വ്യക്തിയുമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ ശക്തനാണോ എന്നും ഈ യോഗം നിങ്ങൾക്ക് എന്നാണ് സംഭവിക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിക്കണമെങ്കിൽ എല്ലാവർക്കും വിളിക്കാം. എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.